അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അശ്രദ്ധയിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പല രൂപത്തിലുള്ള അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അനാവശ്യമായി സമയം പാഴാക്കിക്കൊണ്ടിരിക്കുക, തിന്മകളെ ഏറെ സ്നേഹിക്കുക, മതപരമായ വിഷയങ്ങളെ നിസ്സാരമായി കാണുകയും അവഗണനയും പരിഹാസവും വെച്ച് പുലർത്തുകയും ചെയ്യുക, ആരാധനകളുടെ വിഷയത്തിൽ മടിയും അലസതയും കാണിക്കുക. യഥാർത്ഥത്തിൽ ഇവയെല്ലാം തന്നെ കപടന്മാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് എന്ന് നമുക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അശ്രദ്ധ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ പലതാണ്. അവയിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ധിക്കാരവും മർക്കട മുഷ്ടിയും പോലെയുള്ള കാര്യങ്ങൾ. ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിക്ക് ധിക്കാര മനോഭാവം ഉണ്ടാവാൻ പാടില്ല. വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും തെളിഞ്ഞതും പ്രസന്നവുമായിരിക്കണം. റിഖത്തോടു കൂടിയായിരിക്കണം ഒരു സത്യവിശ്വാസി പെരുമാറേണ്ടത്. മഹാനായ ഇമാം തിർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, റിഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടലും നല്ല പെരുമാറ്റവും മതപരമായ വിഷയങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കലുമാകുന്നു എന്ന്. എന്നാൽ അശ്രദ്ധയുടെ രണ്ടാമത്തെ കാരണമാണ് ദേഹേച്ഛയെ പിൻപറ്റുക എന്നത്. അതായത് ഖുർആനിനേക്കാൾ സുന്നത്തിനേക്കാൾ പ്രാധാന്യം തന്നിഷ്ടങ്ങൾക്ക് നൽകുക, അങ്ങനെ വിനോദങ്ങളുടെ പിന്നാലെ പോകുക, തെമ്മാടിത്തത്തിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുക. ഖുർആൻ പറയുന്നു, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു വഅളല്ലഹു അല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹി അഫലാ തദക്കറൂൻ. എന്നാൽ തന്റെ ദൈവത്തെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ? അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവന്റെ കാതിനും ഹൃദയത്തിനും മുദ്ര വെക്കുകയും അവന്റെ കണ്ണിനുമേൽ ഒരു മൂടി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കുവാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? അശ്രദ്ധയുടെ കാരണങ്ങളിൽപ്പെട്ട മൂന്നാമത്തേതാണ് അറിവില്ലായ്മ എന്നുള്ളത്. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും തുല്യരാകുകയില്ല. ജീവൻ പോലെ പ്രധാനമാണ് അറിവ്. ഖുർആൻ പറയുന്നു, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അതല്ല, പരലോകത്തെപ്പറ്റി ജാഗ്രത പുലർത്തുകയും തന്റെ രക്ഷിതാവിന്റെ കാരുണ്യം ആശിക്കുകയും ചെയ്തുകൊണ്ട് സാഷ്ടാംഗം ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും രാത്രി സമയങ്ങളിൽ കീഴ്വണക്കം ചെയ്യുന്നവനോ അതല്ല സത്യനിഷേധിയോ ഉത്തമൻ? പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ മതപരമായ പ്രബോധനപരമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അറിവ് നേടലാണ്. അതിനുള്ള അവസരങ്ങൾ പരമാവധി നാം ഉപയോഗപ്പെടുത്തുകയും വേണം. അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണ്, പലരുടെയും പ്രാർത്ഥനകളും സംരക്ഷണവും ലഭിക്കുന്നതാണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അശ്രദ്ധയുടെ കാരണങ്ങൾ വേറെയും പലതും നമുക്ക് ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും കാണുവാൻ സാധിക്കുന്നതാണ്. ദുന്യാവിനോടുള്ള അതിയായ ആഗ്രഹങ്ങൾ, അതേപോലെ തന്നെ സ്വാഭാവികളുമായുള്ള ആ ചെങ്ങാത്തം, ഇവയെല്ലാം തന്നെ നമ്മെ നന്മയിൽ നിന്ന് തെറ്റിക്കുന്ന, അശ്രദ്ധയിലേക്ക് തിരിച്ചുവിടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ്, നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.